ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ലുക്കിൽ വന്നേക്കുന്നതാണ് ഇന്നൊരു ഓണം ലുക്ക്. അപ്പം നമുക്ക് ഓണം ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് സ്റ്റാർട്ടേഴ്സിനൊക്കെ സിമ്പിളായിട്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എങ്ങനെ ഒരുങ്ങാം, അപ്പോൾ അതിനുള്ള ടിപ്സ് കേട്ടോ. ഭയങ്കര ഗംഭീരമായ മേക്കപ്പ് സാധനങ്ങളൊന്നും എൻ്റെ ഇല്ല. അപ്പം ഞാൻ നോർമലി ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഓണത്തിന് നല്ല സിമ്പിളായിട്ട് എലഗൻ്റായിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഡ്രസ്സ് ഇതിന് മുമ്പേ ഉള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഓണം ലുക്കിൽ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സാണ്. ഭയങ്കര സിമ്പിൾ ഡ്രസ്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ, ഇടാനും നല്ല സുഖമാണ്. അപ്പം ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡെക്കറേഷൻസ് എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇപ്പം ഇതൊന്നും വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിൽ കുറച്ച് കാശിൻ്റെ കോയിൻസൊക്കെ ഞാൻ തന്നെ ആഡ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ബീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലത്തെ കുർത്തീസ് ഇടുമ്പോൾ ഞാൻ തന്നെ എൻ്റേതായ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ ഗൈസ്. അതെൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാറിൽ കുറച്ച് വർക്ക്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ സിമ്പിൾ ലുക്ക് നമുക്ക് സ്റ്റാർട്ടേഴ്സിനൊക്കെ ഇപ്പം മേക്കപ്പ് എങ്ങനെ ചെയ്യണമെന്ന് പോലും ഐഡിയ ഇല്ലാത്ത കുറേ പേരുണ്ട് ഇപ്പോൾ നമ്മുടെ ഇടയിൽ കേട്ടോ. അപ്പം ഒത്തിരി അഡ്വാൻസ് നോളജ് ഉള്ളവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നോർമലി പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു. അപ്പോൾ എൻ്റെ സ്കിന്നിന് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എൻ്റെ സ്കിന്നിൽ കുരുക്കളോ ഒന്നുമില്ല. എനിക്ക് ഒരു ഇൻഫെക്ഷനും വന്നിട്ടില്ല ഇതുവരെ മേക്കപ്പ് ചെയ്തിട്ട്. അപ്പം പ്രശ്നങ്ങളൊന്നും ഷൂട്ടിന് പോവുകയാണെങ്കിലും ഇപ്പം മോളുടെ കൂടെ പോവുകയാണെങ്കിലും എനിക്കിങ്ങനെ ഒരു പ്രശ്നങ്ങൾ, എൻ്റെ സ്കിന്നിന് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഗേൾസിന് പിമ്പിൾസ് വരും, അത് നോർമലാണ്. പക്ഷെ അത് അവിടെ വന്നാലും അതിൻ്റെ മെയിൻ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ആ കുരുക്കളൊന്നും നമ്മൾ പൊട്ടിക്കരുത്. പൊട്ടിച്ചാലാണ് നമ്മുടെ മുഖത്ത് പാടുകൾ വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കുരുവിൻ്റെ വഴിക്ക് വിടും. അപ്പം ഇന്ന് തന്നെ എനിക്ക് ഒരു കുരു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഒരു മുഖക്കുരു എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ടിപ്പ് കാണിച്ചു തരാം. മുഖക്കുരു കളയാനുള്ള ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, വഴിയെ കാണിച്ചു തരാം. അപ്പം നമുക്ക് കുരുക്കൾ വന്ന ഗൈസ് അതിൻ്റെ വഴിക്ക് വിടുക, നമ്മൾ ഒന്നും ചെയ്യരുത്. ഓക്കെ. അപ്പം നമ്മൾ കുരു പൊട്ടിക്കും തോറുമാണ് നമ്മുടെ ഫേസിൽ അവിടെ ഡോട്ടൊക്കെ വരിക. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര പ്ലെയിൻ ആയിരിക്കും. ഇപ്പോൾ കണ്ട എൻ്റെ സ്കിൻ, ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ തേച്ചിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫേസിൽ മോയ്സ്ചറൈസർ മാത്രമേ ഉള്ളൂ. പിന്നെന്താണ്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ലൈറ്റായിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് മേക്കപ്പ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഓണം ലുക്ക് നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. അപ്പോൾ അതിലെ മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ഒരുങ്ങിയത്, അപ്പോൾ ആ രീതികളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. അപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ നല്ല സിമ്പിളായിട്ട് സുന്ദരി കുട്ടികളായിട്ട് ഒരുങ്ങിപ്പോവാം. അപ്പോൾ എനിക്ക് ഈ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പേഴ്സണലി എനിക്ക് ഇഷ്ടമായി. മീഷോന്ന് വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്ലോത്താണ്. ക്വാളിറ്റി പറയാനാണെങ്കിൽ ക്ലോത്ത് വന്നിട്ട് ഭയങ്കര സാറ്റേൺ ക്ലോത്താണ്. അപ്പം പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ വള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തുടുത്താതെ ഇങ്ങനെ ഇതിൽ കൊള്ളാതെ നമ്മൾ നോക്കണം. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇട്ട നല്ല സുഖമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് അതാണ് പ്രധാനം. നമ്മൾ ഇട്ടാലും നല്ല ഭംഗിയാണ്. നെക്കായാലും നല്ല രസമാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്തേക്കുന്നതൊക്കെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ കാണിച്ചു തരാം. ഇത് മീഷോയിൽ വാങ്ങിച്ചത്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ബോട്ടിൽ ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്. അങ്ങനെ പല ഷെയ്ഡിലുണ്ട്. എല്ലാ ഷെയ്ഡും ഒന്നിനൊന്ന് ഭംഗിയാണ്. അപ്പം ഇതൊരു ഡാർക്ക് പേർപ്പിൾ ആണ് കേട്ടോ. അപ്പം ഞാനത് മറ്റേ ഓണം ലുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ലുക്ക് നമുക്ക് ഡേ ലൈറ്റിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് ആ മേക്കപ്പ് ലുക്ക്, നമ്മൾ വിഷയം കടന്നു പോയി, വേറെ വിഷയത്തിലോട്ട് പോയി, ക്ലോത്തിലേക്ക് പോയി. അപ്പോൾ നമുക്ക് മേക്കപ്പ് ലുക്കിലേക്ക് വരാം. അപ്പോൾ മേക്കപ്പ് ഒന്ന് കണ്ടല്ലോ. ഹലോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് സിമ്പിൾ മേക്കപ്പ് ലുക്കിലേക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണോ ഞാൻ ഒരുങ്ങുന്നത്, ഞാൻ ടെമ്പിളിലൊക്കെ പോകുമ്പോൾ അതാണ് ഞാൻ ഈ കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യാണ്. പിന്നെ ഈ മഴക്കാലം ആയതുകൊണ്ട് മഴക്കാലവും ചൂടുകാലം ഇങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴായിരിക്കും, വെയിലായിരിക്കുമോ. അപ്പോൾ ഇപ്പോൾ വെയിലായതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്. വെൽവയുടെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തീർന്നു കേട്ടോ, ഓൾമോസ്റ്റ് തീർന്നു. നല്ല എഫക്റ്റീവാണ്. ഞാൻ പലതും ഞാൻ യൂസ് ചെയ്തു, ലോട്ടസിൻ്റെയൊക്കെ യൂസ് ചെയ്തു. എനിക്ക് വലിയ ഇത് തോന്നിയില്ല. പക്ഷേ ഇതിട്ടാൽ നമുക്ക് അധികം ഹീറ്റ് അടിക്കത്തില്ല. അപ്പോൾ ഏതായാലും കണക്കാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. അധികം ടാൻ അടിക്കാത്ത പോലെ ഫീൽ ചെയ്തു. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെയാണ് ഈ വിൽവ ഞാൻ വാങ്ങിച്ചിട്ട്. പിന്നെ എനിക്ക് മുഖത്ത് കുരു വന്നിട്ടുണ്ട്. പിമ്പിൾസ് നമുക്ക് വരുമല്ലോ മന്ത്ലി. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് പിമ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഇട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ മുകളിലേക്ക് മുടി ഒന്ന് മാറ്റി കെട്ടിട്ടോ. കാരണം മേക്കപ്പ് ചെയ്യുമ്പോൾ മുടി ഫ്രണ്ടിലോട്ട് വന്നാലും ശരിയാവില്ലല്ലോ.
അപ്പോൾ ഇതാ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഓണം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. സൺസ്ക്രീനിന് ശേഷം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് BB ക്രീമാണ്. അപ്പോൾ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ വാട്ടർ ഡ്രോപ്പ് BB ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഷൈനിങ് തരുന്ന ഒരു ഇതാണ് കേട്ടോ. ജസ്റ്റ് ഒരു BB ക്രീം മാത്രമല്ല, നമുക്ക് മുഖത്തിന് നല്ലൊരു ഷൈനിങ് കൂടെ കിട്ടുന്ന നല്ലൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മറ്റേ പോൺസിൻ്റെ BB ക്രീമും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് മാത്രം ഇട്ടിട്ട് ഞാൻ പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ BB ഒരു ബേസ് ആയിട്ടിടാണ്. പ്രൈമറിന് പകരം ഞാൻ ഈ ഒരു ഷൈനിങ് ആയിട്ടുള്ള ഈ ഒരു BB ക്രീം, വാട്ടർ ഡ്രോപ്പ് BB ക്രീം ഞാൻ യൂസ് ചെയ്യാണ്. അപ്പം നമുക്ക് ഫേസിൽ മൊത്തം ഇതൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ബ്ലെൻഡറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെയാണ് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഫേസിലേക്ക്. എനിക്കതാണ് ഒരു തൃപ്തി. അപ്പം നമ്മൾ കൈകൊണ്ട് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ അത് നല്ല ഇതായിട്ട് ബ്ലെൻഡായിട്ട് വരും നമ്മുടെ ഫേസിൽ. എനിക്ക് മറ്റുള്ള ബ്രഷും ഇതൊന്നും എനിക്ക് അത്ര വലിയ ഇത് തോന്നിയിട്ടില്ല ചെയ്യുമ്പോൾ. ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് തോന്നുകയും ചെയ്യും. കൈകൊണ്ട് ചെയ്യുമ്പോൾ മൊത്തം ബ്ലെൻഡായി പോവുകയും ചെയ്യും. മറ്റേത് അവിടെ കേക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ സൺസ്ക്രീൻ ഇട്ട ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് BB ക്രീം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അപ്പോഴേ അത് ഫേസിലൊന്ന് സെറ്റ് ആവുള്ളൂ. അപ്പം ഞാൻ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഈ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം പുറത്ത് പോകുന്നവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഈ കുട്ടി എന്ത് ചെയ്യുന്ന ഫ്രണ്ടിൽ ഇരുന്നിട്ട്. അതാണ് ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അടുത്തത് ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 2 ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വെച്ചാണ്. ഷുഗറിൻ്റെ 2 സ്റ്റിക്കാണ്. അപ്പോൾ മറ്റേത് ഫൗണ്ടേഷനാണ്, ഇത് സ്റ്റിക്കാണ്. അപ്പോൾ 2 എനിക്ക് നല്ല യൂസ് ഉണ്ടായതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തത്. കാരണം ബാക്കിൽ ബ്രഷ് ഉണ്ട്. പിന്നെ ഞാൻ ബ്രഷ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് കറക്റ്റ് എൻ്റെ സ്കിൻ ടോണിന് കറക്റ്റ് മാച്ച് ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ കാണിച്ചു തരാം കണ്ടോ, കറക്റ്റ് കളറാണ് ഇത്. അപ്പം അത് ബ്ലെൻഡ് ചെയ്ത് പോകുമ്പോഴും ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഒരുപാട് ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട്. എനിക്ക് ഓഫറിൽ കിട്ടിയതായിരുന്നു. പക്ഷെ കറക്റ്റ് എൻ്റെ ഒരു ഫേസ്, എൻ്റെ സ്കിൻ ടോണിൻ്റെ അതേ ഷെയ്ഡായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് നല്ല വെച്ചാൽ നമ്മൾ പുറത്തിട്ടുകൊണ്ട് പോകുമ്പോഴും അങ്ങനെ ഭയങ്കര ഒരു കേക്കി ഫീൽ ചെയ്യില്ല. നമ്മൾ മേക്കപ്പ് ഇട്ട പോലെ ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്തെന്ന് അറിയാൻ പറ്റും. പക്ഷെ എന്നാലും ഭയങ്കര ഹെവി ആയിരിക്കില്ല, ലൈറ്റ് മേക്കപ്പ് ലുക്കായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം എൻ്റെ ഫേസായിട്ട് നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ട്. കറക്റ്റ് എൻ്റെ സ്കിൻ ടോണാണ് കേട്ടോ അത് കിട്ടിയത്. അപ്പം ഞാൻ പിന്നെ അത് തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് മേടിക്കുന്നത്. ഇപ്പം ഈ സ്റ്റിക്ക് തീരുമ്പോൾ മേടിക്കുന്നത് വെച്ചാൽ വേറെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും ഈ പെർഫെക്ഷൻ വരില്ല. പിന്നെ എനിക്ക് പെർഫെക്ഷനായിട്ട് തോന്നിയത് പോൺസിൻ്റെ BB ക്രീമാണ്. അതിൻ്റെ ഷെയ്ഡും ഏകദേശം എൻ്റെ സ്കിൻ ടോണായിട്ട് മാച്ച് ഉള്ളതാണ്. ഒരു മീഡിയം സ്കിൻ ടോണാണ്, വീറ്റിഷാണ്. അപ്പോൾ ആ വീറ്റിഷിൻ്റെ ആ കളർ അതേ സെയിം കളർ തന്നെയാണ് ഇപ്പം ഞാനിപ്പോൾ കണ്ടില്ലേ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ കണ്ടില്ലേ, പിന്നെ എൻ്റെ മുഖത്ത് അങ്ങനെ പ്രത്യേകിച്ച് കുരുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല ഇതായിട്ട് കിടക്കും. ഇപ്പോൾ മുഖക്കുരു ഉള്ളവർക്കൊക്കെ ഇച്ചിരി പാടായിരിക്കും, മേക്കപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒട്ടിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് വേറെ പാടുകളൊന്നുമില്ല. അങ്ങനെ ഇനി അടുത്തത് കണ്ണെഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കണ്ണെഴുതി കുറച്ച്. അപ്പോഴാണ് മനസ്സിലാക്കിയത് റെക്കോർഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ ഒരു കണ്ണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, കണ്ണ് എഴുതുമ്പോൾ കണ്ണിൻ്റെ പ്രത്യേകത കണ്ടോ. ഇപ്പുറത്തെ കണ്ണും അപ്പുറത്തെ കണ്ണും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടെ ഒരു ഫിനിഷിങ്, നമ്മുടെ മേക്കപ്പിന് ഫിനിഷിങ് കിട്ടണമെങ്കിൽ നല്ലപോലെ കണ്ണെഴുതണം. ആ കണ്ണെഴുതുന്നതിൽ കുറച്ച് ഫോൾട്ട് വന്നാൽ തന്നെ നമ്മുടെ മേക്കപ്പ് പോയി. ഒരു എന്താ പറയുക, ഒരു 50% പോയി എന്ന് വേണമെങ്കിൽ പറയാം. ആ കണ്ണെഴുതലും ഐബ്രോ ഫില്ലിങ്ങുമാണ് ശരിക്കും മെയിനായിട്ട് നമ്മുടെ മേക്കപ്പിൻ്റെ ഇത് വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ഒരു പെൻസിലാണ് കേട്ടോ, കൺമഷിയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഞാൻ താഴെ ഒന്ന് ഇപ്പോൾ ട്രഡീഷണൽ ആയതുകൊണ്ടാണ് ഞാൻ താഴെ ഇങ്ങനെ എഴുതുന്നത്. അപ്പം ഞാൻ നോർമലി പോകുമ്പോൾ ഞാൻ മുകളിൽ മാത്രമേ എഴുതാറുള്ളൂ, ഞാൻ താഴെ അങ്ങനെ എഴുതാറില്ല. പിന്നെ ഇതിപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് താഴെ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. നോർമലി ഞാൻ ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല താഴെ എഴുതുമ്പോൾ. ജസ്റ്റ് ഇങ്ങനെ കൺമഷി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ താഴത്തെ ലൈനിൽ ഇങ്ങനെ ഒന്ന് വരയ്ക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഒരു സിമ്പിൾ ലുക്കാവും. നമ്മൾ നോർമലി ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് മെയിനായിട്ട് ഇങ്ങനെ താഴെയൊക്കെ കണ്ണെഴുതി പോകുന്നത്. അല്ലാതെ ഓഫീസ് നമ്മളല്ലാണ്ട് ക്യാഷ്വലായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് മുകളിൽ സിമ്പിളായിട്ട് എഴുതും. അത്ര കട്ടിക്കും എഴുതില്ല, സിമ്പിളായിട്ട് എഴുതിയിട്ട് അങ്ങനെ പോകും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം കണ്ണിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ. അപ്പം ഇപ്പം തന്നെ കണ്ണ് നല്ല വിടർന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഐബ്രോ ഫില്ലിംഗ് ആണ്. ഇപ്പം ഞാനെങ്ങനെയെന്ന് വെച്ചാൽ മസ്കാര ഇട്ടിട്ടാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഐബ്രോസ് ഉണ്ട്. പിന്നെ അത് ഒന്നും കൂടെ ഡാർക്ക് ആക്കുന്നതാണ്. എൻ്റെ ഐബ്രോസ് ലൈറ്റ് ബ്രൗൺ ആണ്. അപ്പോൾ അത് ജസ്റ്റ്
ഒന്ന് ഡാർക്ക് ആക്കുന്നതാണ്. ഓൾറെഡി ഞാൻ ചെറുതായിട്ടൊന്ന് ഡാർക്ക് ആക്കി. ഞാൻ കണ്ണ് എഴുതിയപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ചെയ്തായിരുന്നു. അത് വീഡിയോയിൽ റെക്കോർഡായില്ല, അതാണ് അത് കാണാത്തത്. ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് ആക്കി. പിന്നെ നമ്മുടെ എന്താ മസ്കാര ഇട്ട് കണ്ണിൻ്റെ പീലികളൊക്കെ ഒന്നും കൂടെ വിടർത്തിയ പോലെ ഒന്ന് കാണിക്കുകയാണ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഭയങ്കര നല്ല ഒരു വലിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് പോവുക. അല്ലാതെ ഡെയിലി യൂസിൽ ഇങ്ങനെ മസ്കാര ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം അത് നമ്മുടെ കൺപീലിയുടെ ഇതും കൂടെ അങ്ങ് പോവും. കണ്ടോ, ഇത് ഡ്രൈ ആവണം. അപ്പോൾ ഞാൻ ഡ്രൈ ആവുന്നതിന് മുമ്പേ കണ്ണ് വിടർത്തി കളഞ്ഞു. അതാണ് മുകളിൽ ഒന്ന് സ്പ്രെഡായത്. അപ്പോൾ നമുക്കതൊന്ന് തുടച്ച് മാറ്റാം. അപ്പോൾ തുടച്ച് മാറ്റാനായിട്ട് ഇതാ ബ്ലെൻഡർ എൻ്റെ കയ്യിൽ ഒരു ബ്ലെൻഡർ, പഴയ ഒരു ബ്ലെൻഡർ ഉണ്ട് കേട്ടോ. അപ്പം ഇത്തിരി യൂസ് ചെയ്ത് പഴയതായ ബ്യൂട്ടി ബ്ലെൻഡറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ തുടച്ച് മാറ്റുകയാണ്. കണ്ട, എന്നിട്ട് അത് സ്പ്രെഡ് ആവുന്നതെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടില്ല. ഡ്രൈ ആവണ മുമ്പേ ഞാൻ കണ്ണ് വിടർത്തി കളഞ്ഞു. അപ്പോൾ അത് കൈയിട്ട് പതുക്കെ ഒന്ന് തുടച്ച് മാറ്റുകയാണ്. എനിക്ക് കൈകൊണ്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ കോൺഫിഡൻസ്. ബ്രഷ് യൂസ് ചെയ്യുമ്പോഴും ഈ ബ്യൂട്ടി ബ്ലെൻഡറൊന്നും എനിക്ക് വലിയ ഇത് തോന്നാറില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് ബ്ലെൻഡ് ആവുന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഏറ്റവും കംഫർട്ട് എനിക്ക് കൈകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് അടുത്തത് വന്നിട്ട് മെയ്ഡ് ഈസിയുടെ സെൻസേഷണൽ മെബിലൈൻ്റെ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഷെയ്ഡ്. നല്ലൊരു ഷെയ്ഡാണ്, മെയ്ഡ് ഈസി ഷെയ്ഡാണ്. ഷെയ്ഡിൻ്റെ പേര് മെയ്ഡ് ഈസിയാണ്. 287 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോഴും തീരുമ്പോഴും എപ്പോഴെപ്പോഴും മേടിക്കുന്ന ഒരു ഷെയ്ഡാണിത്. എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി റെഡ് കളറും ഇഷ്ടമല്ല, എന്നാൽ ഒത്തിരി ന്യൂഡും ഇഷ്ടമല്ല. ഒരു മിഡിലിൽ കിടക്കുന്ന ഒരു പിങ്കിഷ് ബ്രൗൺ ഷെയ്ഡാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഇതിൽ വന്നിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും, എന്നാൽ ഒത്തിരി അങ്ങ് ഡാർക്ക് ആവത്തുമില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡ്. എനിക്ക് അങ്ങനെ ഒരുപാട് ന്യൂഡായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല. ലിപ്പ് ഇങ്ങനെ വാഷ് ഔട്ട് ആയി പോകും. നമ്മുടെ ഫേസായിട്ട് ഒരു ഇതാവത്തില്ല, ഒരു ഫേസിനൊരു ഭംഗി കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എപ്പോഴും യൂസ് ചെയ്യാറ് ലിപ്പിൽ. എന്ന് വെച്ചാൽ ഇച്ചിരി ഒരു റെഡിഷ് പിങ്കിഷ് ലുക്ക് വരും, എന്നാൽ അങ്ങനെ ഒത്തിരി ഡാർക്ക് ആവത്തുമില്ല അതേപോലെ. അപ്പോൾ അടുത്തത് ഞാൻ ഒരു ബ്രഷ് ഉണ്ട് എൻ്റെ, അത് വെച്ചിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഹെയറൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുകയാണ് ഐബ്രോസിൽ. അപ്പോൾ അടുത്ത ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ലിപ് ലൈനർ ചെയ്യാൻ മറന്നുപോയി. ലിപ്സ്റ്റിക്ക് ഇട്ടുള്ളൂ. അപ്പോൾ ലിപ് ലൈനർ ചെയ്യാനായിട്ട് ലിപ് ലൈനർ എടുത്ത് ലിപ്പ് ഒന്ന് ഷേപ്പ് ചെയ്യാണ്. ശരിക്കും ലിപ് ലൈനർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിനൊപ്പം ലിപ് ലൈനർ യൂസ് ചെയ്ത് ലിപ്പിനൊരു ഷേപ്പ് കിട്ടും, ഒരു ഭംഗി കിട്ടും. അപ്പോൾ ഇനി നമുക്കൊരു ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, എന്താ അത്, കോമ്പാക്റ്റ് ഇടുക. അപ്പോൾ ഈ കോമ്പാക്റ്റ് വന്നിട്ട് പോപ്പ് ഷുഗറിൻ്റെ പോപ്പ് കോമ്പാക്റ്റ് ആണ്. നല്ലൊരു കോമ്പാക്റ്റ് ആട്ടോ. നമുക്ക് ഫേസിനൊക്കെ നല്ല ബ്ലെൻഡ് ആവുന്നൊരു ഷെയ്ഡാണ്. അയ്യോ, ഞാൻ കൺമഷി അത് ഡ്രൈ ആയില്ല, അതിന് മുമ്പ് ഞാൻ കോമ്പാക്റ്റ് എടുത്തു ധൃതി കാണിച്ചു. അപ്പോൾ അതെ കുറച്ച് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്കത് ശരിയാക്കാം. അപ്പോൾ അതേ ഇപ്പോൾ കോമ്പാക്റ്റ് ആയിട്ട് ഞാൻ ഫുള്ള് കണ്ടോ, ഒരു നാച്ചുറൽ ലുക്ക്. നമുക്ക് അങ്ങനെ ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്യില്ല. ഷുഗറിൻ്റെ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇതാണ്, കോമ്പാക്റ്റ് ആയാലും ഫൗണ്ടേഷൻ ആയാലും. അപ്പോൾ അതാ കൈ കൊണ്ട് ഞാനത് ശരിയാക്കാൻ നോക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ക്ലോത്ത് ഇട്ട് വേണമെങ്കിൽ ടിഷ്യൂ ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ശരിയാക്കാം. ഇപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ അത് ഓക്കെ ആക്കി. അപ്പോൾ അതാ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ഇനിയിപ്പോൾ അതാ തലമുടി കഴിച്ചിട്ട് സുന്ദരിയാവണ്ടേ. അപ്പോൾ അത് ഇനി ഹെയർ സ്റ്റൈൽ റെഡിയാക്കണം. പക്ഷെ എന്തോ ഒരു കുറവുണ്ടല്ലോ, പൊട്ട്. നമ്മുടെ പൊട്ട് എടുക്കാം. അപ്പം ഞാൻ ഏത് പൊട്ട് തൊടണം? വട്ടപ്പൊട്ട് തൊടണോ, ഗോപിപ്പൊട്ട് തൊടണോ? ഇപ്പോൾ നമുക്കൊരു ട്രഡീഷണൽ ലുക്കാണല്ലോ, അപ്പോൾ നമുക്കൊരു ഗോപിപ്പൊട്ട് നോക്കിയാലോ. അപ്പോൾ ഗോപിപ്പൊട്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭയങ്കര ഒരു ട്രഡീഷണൽ ലുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കുഞ്ഞു ഗോപിപ്പൊട്ട് തൊടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയത്. ആ പൊട്ടും കൂടെ വന്നപ്പോഴാണ് ഒരു ട്രഡീഷണൽ ലുക്കിന്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ഇനിയിപ്പോൾ തലമുടി കഴിച്ചിട്ട് സുന്ദരിയാവണ്ടേ. അപ്പോൾ അത് ഇനി ഹെയർ സ്റ്റൈൽ റെഡിയാക്കണം. പക്ഷെ എന്തോ ഒരു കുറവുണ്ടല്ലോ, പൊട്ട്. നമ്മുടെ പൊട്ട് എടുക്കാം. അപ്പം ഞാൻ ഏത് പൊട്ട് തൊടണം? വട്ടപ്പൊട്ട് തൊടണോ, ഗോപിപ്പൊട്ട് തൊടണോ? അപ്പോൾ നമുക്കൊരു ട്രഡീഷണൽ ലുക്കാണല്ലോ, അപ്പോൾ നമുക്കൊരു ഗോപിപ്പൊട്ട് നോക്കിയാലോ. അപ്പോൾ ഗോപിപ്പൊട്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭയങ്കര ഒരു ട്രഡീഷണൽ ലുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കുഞ്ഞു ഗോപിപ്പൊട്ട് തൊടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയത്. ആ പൊട്ടും കൂടെ വന്നപ്പോഴാണ് ഒരു ട്രഡീഷണൽ ലുക്കിനൊരു കംപ്ലീറ്റ് ആയത് അല്ലേ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. നല്ല സിമ്പിൾ ലുക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അമ്പലത്തിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫങ്ഷൻ പുറത്തോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ എന്തോ ഒരു കുറവുണ്ടല്ലോ അല്ലേ. തലമുടി നമുക്കൊന്ന് സെറ്റാക്കിയല്ലോ. കമോൺ ഗൈസ്. യെസ്. അപ്പോൾ തലമുടി സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ബട്ടർഫ്ലൈയുടെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ക്ലിപ്പ് ഞാനൊരു അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ ഒരു ടിക് ടാക് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? എനിക്ക് കൂടുതൽ ചേരുന്നത് സൈഡായിട്ട് ഇങ്ങനെ കോംബ് ചെയ്യുന്നതാണ് എനിക്ക് എൻ്റെ ഫേസിന് ഭംഗി. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ എടുക്കുകയാണ്, എന്നാലേ ഫേസിനൊരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ അതാ അങ്ങനെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ മുടി കളർ ചെയ്തിരിക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഒരു ഇത് വന്നു. ഈ മുടി കളർ ചെയ്തത് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണ്, ഞാൻ പാർലറിലൊന്നും പോയിട്ടില്ല. സ്ട്രീറ്റ്സിൻ്റെ നമ്മുടെ ആമസോണിൽ നിന്ന് കിട്ടുന്ന ഹെയർ കളർ വെച്ചിട്ട് ഞാൻ തന്നെത്താനെ ചെയ്തതാണ് ഈ ഹെയർ കളറിങ്. പാർലറിൽ പോയി വെറുതെ നമ്മൾ പൈസ കളയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി ഇത് ചെയ്തപ്പോൾ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എൻ്റെ സിസ്റ്ററാണ് എനിക്ക് പറഞ്ഞു തന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഷോർട്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്ത് വെക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അഴിച്ചിട്ടതും ആവും, എന്നാൽ ജസ്റ്റ് ഒന്ന് തലമുടി ഒതുക്കി വെച്ച പോലെയും ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ അതിന് മുന്നേ ആയിട്ട് പിന്നെ ഈ തലമുടി ഒന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് ഞാൻ കുറച്ച് സെറം തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെസമ്മയുടെ സെറം ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ തലമുടിയിൽ തേച്ചിട്ടുണ്ടായിരുന്നു, ആ തലമുടി ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. ചിലർക്ക് എന്ന് വെച്ചാൽ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആണ്. അപ്പം മുടി ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സെറം തേക്കാറുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് മുന്നേ ആയിട്ടാണ് ഞാൻ ചെയ്തത് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ ഇപ്പം ഞാനൊന്ന് സൈഡ് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ വെച്ച് പിന്നെ അഴിച്ചിടുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ ഒരു സൈഡ് മാത്രം ഇങ്ങനെ പിഞ്ച് ചെയ്ത് കുറച്ച് സ്റ്റൈലിംഗ് ആയിട്ട് ബാക്കിൽ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം, കണ്ടോ? അപ്പോൾ ഇങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ ബട്ടർഫ്ലൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ക്ലിപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ സ്റ്റൈൽ. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ അല്ലേ? സുന്ദരിയായോ? അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എങ്ങനെയുണ്ട്, എൻ്റെ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ, എനിക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ? എല്ലാവരും കാണണം കേട്ടോ. പ്രോഗ്രാം എൻ്റെ ഈ ചാനൽ കണ്ട് മാത്രം പോരാ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാൻ ഒത്തിരി നല്ല ടിപ്സുകളായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി ബ്യൂട്ടി ടിപ്സ് ആയാലും ശരി, എന്തായാലും നിങ്ങൾക്ക് വാട്ടെവർ എന്താണെങ്കിലും. പിന്നെ ഓൺലൈൻ സ്റ്റോർ, എനിക്ക് ഒരു ഓൺലൈൻ സ്റ്റോറുണ്ട്, ബൊട്ടിക്കുണ്ട്. അപ്പം എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയില്ലേ, അതേപോലെയാണ് എൻ്റെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കണ്ടു പോകരുത് ഗൈസ്. അപ്പോൾ അടിപൊളി കുറേ ഫാഷൻ ടിപ്സായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഹെയർ സ്റ്റൈല്. ഇപ്പുറത്തെ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിടുന്നുണ്ട്. അപ്പം ഓൾറെഡി ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത് ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് മുടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചുമ്മാ പ്രേമലൊക്കെ കണ്ടപ്പോൾ ഒരു പ്രാന്ത് ഇളകിയിട്ട് അങ്ങനെ കട്ട് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ടോട്ടൽ ലുക്ക് നിങ്ങൾ പറയണേ ഗൈസ് കമൻറ്റ് ബോക്സിൽ. ടാറ്റാ ബൈ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത്ര ഭയങ്കര ഓവർ മേക്കപ്പ് ഒന്നുമല്ല. ഞാൻ ശരാശരി ഞാൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കൺസീലർ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. BB ക്രീമും പിന്നെ ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ലൈറ്റായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനാണെങ്കിൽ BB ക്രീം ആയിരിക്കും. പിന്നെ അല്ലാണ്ടൊരു ഫംഗ്ഷൻ, പിന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കേഷൻ, ഇപ്പം അമ്പലത്തിലെ ഓണപരിപാടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി നമ്മൾ സുന്ദരി കുട്ടികളായിട്ട് പോകണ്ടേ അല്ലേ? സിമ്പിളാണോ അതോ ഓവറാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. ഇപ്പോൾ ഫംഗ്ഷന് പോകുമ്പോഴാണ് ഇങ്ങനെ പോവാറ്. അല്ലാണ്ട് പോകുമ്പോൾ നമ്മൾ BB ക്രീം യൂസ് ചെയ്യും. സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യും നമ്മൾ പുറത്ത് പോകും. പിന്നെ മഴക്കാലത്ത് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല സൺസ്ക്രീൻ. നമ്മൾ പുറത്ത് വെയിലൊക്കെ ഉള്ള സമയം, ഉച്ച സമയമൊക്കെ ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യും. പിന്നെ അപ്പോൾ ഇതെനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നു. ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങുന്നത്. അപ്പോൾ കണ്ണ് ഞാൻ ഇതിപ്പോൾ ട്രഡീഷണൽ ആയതുകൊണ്ടാണ് താഴെ എഴുതിയത്. അല്ലാതെ ആണെങ്കിൽ ഞാൻ നോർമലി മുകളിൽ മാത്രമേ എഴുതാറുള്ളൂ. പിന്നെ മസ്കാര വെച്ചാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ഐബ്രോ ഫില്ലർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ഇടയ്ക്ക് ഇതേപോലെ ഭയങ്കര ഗ്രാൻഡ് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ടേഴ്സിന്, ഇപ്പം മേക്കപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ട്യൂട്ടർ പോലെ ഞാൻ കൊടുത്തതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സുന്ദരി കുട്ടികളായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇത്രയും മിനിമം സാധനങ്ങൾ, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത്രയും സാധനങ്ങൾ, വസ്തുക്കൾ വെച്ചിട്ട് നമുക്ക് ഇത്രയും സുന്ദരിയാവാൻ പറ്റുമെങ്കിൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? നമുക്ക് ഹെവി മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും മതി. നമുക്കൊരു സെറ്റ് സാരിയിലും സെറ്റ് മുണ്ടിലും ചുരിദാറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സുന്ദരികളായിട്ട് മലയാളി മങ്ക ലുക്കിൽ പോവാം അല്ലേ? അപ്പോൾ ഇതിൽ ആ കുഞ്ഞ് ജിമിക്കും കൂടെ വന്നപ്പോൾ, കുഞ്ഞ് ജിമിക്ക്, കോപിപ്പൊട്ട് അതും കൂടെ വന്നപ്പോഴാണ് ശരിക്കും ഒരു ഫിനിഷിങ് കിട്ടിയത് അല്ലേ ഈ ലുക്കിന്. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മീഷോയിലുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിന് മുമ്പുള്ള ഓണം ലുക്കിൽ ഞാൻ ഇത് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. ഇത് ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലോട്ട് കാണാം. അപ്പം മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല അടിപൊളി ബ്യൂട്ടി ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കേ.